നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെലസ്റ്റിയൽ ഹാർപ്പ് കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രാർത്ഥനാപൂർവമായ അഭിവാദനങ്ങൾ. ഇന്ന് സഭ ദശാംശ സമർപ്പണ ഞായറായി ആചരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ പുതിയ നിയമ വേദഭാഗങ്ങൾ എല്ലാം നാം ധ്യാനിക്കേണ്ട ജീവിതം ജീവന്റെ ഉടയവന് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്ന പാട്ടിൻ്റെ സാരാംശം എല്ലാ തലമുറയുടെയും ദർശനമാണ്. ദാവീദ് ഒരിക്കൽ യഹോവയെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. സകലവും നിനക്കുള്ളതാകുന്നു. നമുക്കുള്ളതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ്. നമുക്ക് സ്വന്തമെന്ന് പറവാൻ ഒന്നുമില്ല. ഈ ഉന്നതമായ ദർശനം ഉൾക്കൊണ്ട വിധവയുടെ ജീവിതമാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. റിമെമ്പർ, gifts should be given out of gratitude. അസ്ഥികൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാധിയാൽ ക്ലേശിച്ചുകൊണ്ടിരുന്ന ദേവേഷ് മഹാദേവൻ ഇവണ്ണം സാക്ഷിച്ചു: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്നിട്ടും യാതൊരു അത്ഭുതവും സംഭവിക്കുന്നില്ലെങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഒരു അത്ഭുതമായി മാറുക. യഹൂദ നിയമജ്ഞർക്ക് മുമ്പിൽ അർപ്പണത്തിന്റെ അടയാളമായി വിധവയുടെ 2 കാശിന്റെ കഥയിലൂടെ അവൾ ജീവിക്കുന്ന അത്ഭുതമായി മാറി. ജീവിതം ജീവന്റെ ഉടയവന് നൽകുന്ന അത്ഭുതമാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ജീവിതത്തിലൂടെ ദയയും കരുണയും സഹാനുഭൂതിയും ഉൾക്കൊണ്ട വ്യക്തിത്വത്തിന്റെ ഉടമകളാകണം നാം. ആത്മാർത്ഥമായ ദാനം അതിന് സഹായമാകണം. മിച്ചം വെച്ചതിൽ നിന്നും നൽകുന്നതല്ല, ഏറ്റവും മെച്ചമായത് നൽകുന്നതാണ് ദാനം. മദർ തെരേസ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടാത്തത് ദാനം ചെയ്യുന്നുവെങ്കിൽ അത് ദാനമേ അല്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ വിധവ. ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും ഇട്ട ദാനത്തിന്റെ ഔന്നത്യം വെളിപ്പെടുത്തിയ സാധു വിധവ. മർക്കോസ് 11-ാം അധ്യായം 12 മുതൽ 12-ാം അധ്യായം 44 വരെയുള്ള ഭാഗങ്ങളിൽ യഹൂദ നിയമജ്ഞരുമായുള്ള ഏതാനും വിവാദ കഥകളിലൂടെ യെരുശലേം ദേവാലയത്തിലെ ആരാധനയും അതിന് നേതൃത്വം വഹിച്ചവരും കഠിനമായി വിമർശിക്കപ്പെടുന്നതായി സുവിശേഷകൻ സാക്ഷിക്കുന്നു. മതാത്മകത പ്രദർശിപ്പിക്കുന്നവരായി നിയമജ്ഞരെ ചിത്രീകരിക്കുന്നു. മതം അവർക്ക് പ്രദർശന വസ്തുവായി മാറി എന്ന കർത്താവ് അവരെ വിമർശിക്കുകയാണ്. അവരുടെ അത്യാഗ്രഹത്തെ തുറന്ന് എതിർക്കുന്നു. അവർ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നു. മതത്തിന്റെ ബാഹ്യമോടിയെക്കുറിച്ചുള്ള യേശുവിന്റെ വിമർശനത്തിന് മറ്റൊരു ഉദാഹരണവുമായി വിധവയുടെ വഴിപാട്. അവരുടെ കപടഭക്തിക്കെതിരായി ഒരു സാധു വിധവയുടെ യഥാർത്ഥ ഭക്തി ചിത്രീകരിച്ചിരിക്കുന്നു. ആത്മാർത്ഥമായ അർപ്പണത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ആരാധനയുടെയും അത്യുത്തമ പ്രതീകമായി വിധവയുടെ വഴിപാട് നിലകൊള്ളുന്നു. വലിയ തുക വഴിപാടായി അർപ്പിക്കുന്ന ധനവാന്മാർക്ക് സ്തുതി പാടുന്ന വാഴ്ത്തുപാട്ടുകളല്ല ഇന്നത്തെ ലോകത്തിന്റെ മുഖം. അങ്ങനെയാണ്. മറിച്ച് പരിമിതികളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വിധവയുടെ 2 കാശിനെ മനസ്സിലാക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്ന തുറന്ന മനസ്സിനെയാണ് യേശുക്രിസ്തു കാട്ടിത്തരുന്നത്. The value of a gift is not determined by its amount, but by the spirit in which it is given. ആ വഴിപാടിലൂടെ അവളുടെ ത്യാഗാത്മകമായ ഭക്തിയാണ് യേശുവിന്റെ പ്രശംസാ വിഷയമായത്. അവൾ ഇട്ട നാണയത്തിന്റെ മുഴക്കം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉടലെടുത്ത സ്തുതിയുടെ ധ്വനിയായി മുഴങ്ങുന്നു. നമ്മുടെ ദാനം ചെയ്യൽ മറ്റുള്ളവരുടെ അംഗീകരണത്തിനാകരുത്. എല്ലാം തന്ന ദൈവത്തോടുള്ള അനുസരണമാകണം. ദൈവത്തോടുള്ള പ്രതിബദ്ധതയും ഔദാര്യതയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവൻ
യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നുവെന്ന് പുറപ്പാട് പുസ്തകം 35:21 കാണുന്നു. വിധവയുടെ ഔദാര്യ മനസ്സിന്റെ പ്രതിഫലനമാണ് ഉപാധികളൊന്നും കൂടാതെ വഴിപാട് നൽകിയത്. അവളുടെ ജീവിതോപാധിയായിരുന്ന 2 കാശ് നിരുപാധികം വിട്ടുകൊടുക്കുവാനുള്ള മനസ്സ് ത്യാഗത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. വിധവയുടെ വഴിപാടിൽ അവൾ നൽകുന്ന യഥാർത്ഥ മുൻഗണന കാണാം. അവർ ഗിവിംഗ് ഷുഡ് ഷോ അവർ റിയൽ പ്രയോറിറ്റീസ്. അവൾക്കുണ്ടെന്ന് കരുതിയത് മാറ്റിവെക്കുന്നില്ല, മുഴുവനായും നൽകി. ആ വഴിപാട് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. അവർ ഗിവിംഗ് ഷുഡ് ബി നാച്ചുറൽ റെസ്പോൺസ് ഓഫ് ലവ്. അതുപോലെ ആ വഴിപാടിൽ ദൈവത്തിനു വേണ്ടി സ്വകീയ താല്പര്യത്തെ ഉപേക്ഷിപ്പാൻ തയ്യാറായി. ഗിവിംഗിൽ ഒരു ഗിവിംഗ് അപ്പ് പ്രകൃതം. ഗിവിംഗ് അപ്പ് വാട്ട് വി വാണ്ട് ഫോർ വാട്ട് ഗോഡ് വാണ്ട്സ്. ആരും നിർബന്ധിച്ചിട്ടല്ല, മനസ്സോടെയുള്ള ദാനം ചെയ്യൽ. അവകാശപ്പെടാമാവുന്നത് എല്ലാം തന്റെ ജീവനെ പോലും നമുക്കായി മനസ്സോടെ നൽകിയ യേശു കർത്താവാണ് നമ്മുടെ മാതൃക. ഇത്തരം ദാനം ചെയ്യലിൽ വിശ്വാസ സമൂഹം സംതൃപ്തി കണ്ടെത്തണം. ഉറ്റവരുടെ ബന്ധങ്ങൾ അറ്റുപോകുന്ന തലമുറയാണിന്ന്. സഹോദരൻ സ്നേഹിതനുമായി ചേർന്ന് സഹോദരിയെ കൊല്ലുന്നു, അപ്പൻ മകളെ കൊല്ലുന്നു. കൊലയുടെ കഥകൾ പെരുകുകയാണ്. മനുഷ്യ ജീവന് വിലയില്ലാത്ത ഈ ലോകത്തിൽ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമം കാര്യവിചാരകത്വത്തിന്റെ ഭാഗമായി കണ്ട് കരുണയുടെയും ദയയുടെയും മനോഭാവം വെളിപ്പെടുത്തുവാൻ ദാനം നമ്മെ വെല്ലുവിളിക്കുന്നു. ദാനം ചെയ്യുകയിൽ അനേകർ അനുഗ്രഹിക്കപ്പെടും, ആശ്വാസദായകമായി ഭവിക്കും. മറ്റുള്ളവരെ ആദരിക്കുന്ന ആദർശത്തിനായി ജീവിതം അർപ്പിക്കുന്ന ആൾരൂപമാകണം നമ്മുടെ വിശ്വാസ ജീവിതം. ദൈവ മനസ്സിനോടുള്ള വിധേയത്വത്തിന്റെ നിദർശനമാണ് ത്യാഗപൂർവമായ ദാനം. ഈ ത്യാഗത്തിൽ വേദനയുടെ അംശമുണ്ട്. അത് സഹോദരനു വേണ്ടി മനസ്സോടെ സഹിപ്പാൻ നാം സന്നദ്ധരാകണം. അത്യാർത്തിയുടെയും ദുരാഗ്രഹത്തിന്റെയും സ്പഷ്ടമായ തെളിവുകൾ ഇന്നിന്റെ യാഥാർത്ഥ്യമെങ്കിൽ അതിന്റെ നടുവിൽ വിധവയുടെ മനസ്സിന്റെ മഹത്വം നാം കണ്ടേ മതിയാവൂ. വിധവയുടെ 2 കാശിന് ലോകത്തിന്റെ കണക്കുകൂട്ടലിൽ വില കുറവായിരിക്കാം. ദൈവം നോക്കുന്നത് കൊടുക്കുന്നതിന്റെ തോതല്ല, പ്രത്യുത കൊടുക്കുമ്പോഴുള്ള ഹൃദയത്തിന്റെ ആഴമാണ്. അത് നമ്മുടെ അർപ്പണത്തിന്റെ അടയാളമാകണം. അർപ്പണം എവിടെയുണ്ടോ അവിടെ അത്ഭുതവുമുണ്ട്. സുപരിചിതമായ പാട്ടിന്റെ ചരണങ്ങൾ ശ്രദ്ധേയമത്രേ. മോറ്റും ഞാൻ താരും നീരാ ഭൂനേക്ഷേപം മുഴുവൻ ദേഹം ദേയി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ജീവിതം ജീവന്റെ ഉടയവനായി സമർപ്പിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാർത്ഥമായ അർപ്പണത്തിന്റെ അടയാളമായി ഈ തലമുറയിൽ ജീവിപ്പാൻ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.